കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നോക്കി ഞങ്ങൾക്ക് കിട്ടാതെ പോയ നന്മകളെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ജീവിക്കുമ്പോൾ എന്നാണ് നമുക്ക് സന്തോഷം കിട്ടാൻ പോകുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഇങ്ങനെ കരം ചേർത്ത് പിടിച്ചിരുന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ദിനത്തിൻ്റെ ഈ സമയം നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇല്ലേ എന്ന് ആലോചിച്ചാൽ മതി. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നന്ദി പറയാൻ പഠിപ്പിക്കും. സെന്റ് സാക്കീസ് എഴുതുന്ന ആ നോവലിലെ പോലെ വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് അവരുടെ മുന്തിരിയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മകനെ നോക്കി അപ്പം പറയുന്നുണ്ട്, മിണ്ടാതിരിക്കട പോഴ, നമ്മളിവിടെ ബാക്കിയുണ്ടല്ലോ. മിണ്ടാതിരിക്കട പോഴ, നമ്മളിവിടെ ബാക്കിയുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തേണ്ടത്, കൃതജ്ഞതയോടുകൂടെ ജീവിക്കാൻ പഠിപ്പിക്കേണ്ടത് ഇത്തിരി കാർക്കശ്യത്തോടു കൂടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവമായ കർത്താവ് എൻ്റെ രാജാവായിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ അവൻ നമ്മെ കരുതുന്നുണ്ട്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെയൊക്കെ ഒന്ന് പോവാൻ, മുന്നോട്ട് നടക്കാൻ ഈ മക്കളെ ബലപ്പെടുത്തേണ്ടത്. നമുക്ക് ഇത്രയും കാലം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് കരം കൂപ്പി ജീവിക്കാൻ, നന്ദി പറയാൻ ഒന്ന് പഠിപ്പിക്കണ്ടേ അവരെ? ഈ നിമിഷങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ. ഇത്രയും കാലം കർത്താവ് കുടുംബത്തിലേക്ക് തന്ന, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ തന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് തന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദത്തിനായി കൃതജ്ഞത നിറഞ്ഞ ഹൃദയവുമായി നമുക്ക് മുട്ടിന്മേലായിരിക്കും.